നമസ്കാരം. ആഗോള ഓഹരി വിപണികളിൽ നിന്നും $2.9 ട്രില്യൺ ഒലിച്ചുപോയതോടെ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഏറിയിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ തുക ഓഹരി വിപണികൾക്ക് നഷ്ടമാകുന്നത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് 2020 മാർച്ച് 16 സംഭവിച്ച ഇടിവിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ മൂല്യ ഇടിവാണ് ഇന്നലെ ഓഹരി വിപണികൾ അഭിമുഖീകരിച്ചത്. ഫിനാൻഷ്യൽ അനലിസ്റ്റും വാല്യൂ ഇൻവെസ്റ്ററുമായ ജേക്കബ് കിങ് ആണ് ഇക്കാര്യം എക്സിൽ കുറിച്ചത്. അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന ശ്രുതി പടർന്നതോടെ ഇന്നലെ വെള്ളിയാഴ്ച യൂറോപ്പിലെയും ഏഷ്യയിലെയും ന്യൂയോർക്കിലെയും വിപണികൾ ഇടിഞ്ഞു. അമേരിക്കയിൽ തൊഴിലില്ലായ്മ പ്രതീക്ഷിച്ച രീതിയിൽ പരിഹരിക്കാനായില്ല എന്ന റിപ്പോർട്ട് കൂടി വന്നതോടെ വീഴ്ചയുടെ ആക്കം വർദ്ധിക്കുകയായിരുന്നു. 2021 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ അമേരിക്കയിലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഉൽപ്പാദന മേഖലയിലെ തകർച്ച പ്രതിപാദിച്ചുകൊണ്ട് ഈ വാരം ആദ്യം ഇറങ്ങിയ റിപ്പോർട്ടിനെ തുടർന്ന് അമേരിക്കൻ വിപണിയുടെ കുതിപ്പിന്റെ വേഗത കുറഞ്ഞിരുന്നു. സെമി കണ്ടക്ടർ ഉൽപ്പാദകരായ ഇന്റലിന്റെ നിരാശാജനകമായ റിപ്പോർട്ട് കൂടി വന്നെത്തിയതോടെ വിപണിയുടെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. ഇന്നലെ 2 റിപ്പോർട്ടുകൾ കൂടി വന്നതോടെ വൻ തകർച്ചയായിരുന്നു ആഗോള ഓഹരി വിപണിയിലുണ്ടായത്. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ 500 കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. ആമസോൺ ഉൾപ്പെടെയുള്ള പല ഭീമന്മാർക്കും ഇന്നലെ കനത്ത നഷ്ടമാണ് ഉണ്ടായത്. 12.5% ഇടിവാണ് ആമസോണിന് സംഭവിച്ചതെങ്കിൽ ഇന്റലിനുണ്ടായത് 29% ഇടിവായിരുന്നു. സമാനമായ രീതിയിൽ ജാപ്പനീസ് ഓഹരി വിപണിയിലും ഇടിവ് ദൃശ്യമായി. കോവിഡ് കാലത്തിന് ശേഷമുണ്ടായ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഇന്നലെ ജാപ്പനീസ് വിപണിയിൽ ദൃശ്യമായത്. യൂറോപ്യൻ ടെക്നോളജി കമ്പനികൾക്കും ഇന്നലെ കനത്ത നഷ്ടങ്ങൾ പേറേണ്ടി വന്നു.